പ്രിയമുള്ളവരെ, കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ആശാവർക്കർമാരുടെ ബേസിക് ആയിട്ടുള്ള ഡിമാൻഡുകൾ ഉന്നയിച്ചുകൊണ്ടാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നമ്മൾ സമരം ആരംഭിച്ചത്. നമ്മൾ സമരം ആരംഭിക്കുമ്പോൾ ആശാവർക്കർമാരുടെ ഓണറേറിയം 2 മാസവും ഇൻസെന്റീവ് 3 മാസവും കുടിശ്ശികയായിരുന്നു. ആ കുടിശ്ശിക ഉടൻ തീർക്കുക, ഓണറേറിയത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്ന മാനദണ്ഡങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക, വേതനം എല്ലാ മാസവും 5-ാം തീയതിക്ക് മുൻപായി നൽകുക, ഓണറേറിയം വർദ്ധിപ്പിക്കുക, 21,000 രൂപയെ വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപ നൽകുക, ആശാവർക്കർമാരെ പിരിച്ചുവിടുന്നതിനായി 2022 മാർച്ച് 2-ന് പുറപ്പെടുവിച്ച ഉത്തരവ് പിൻവലിക്കുക, പെൻഷൻ അനുവദിക്കുക. ഈ ഡിമാൻഡുകൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി 10-ന് രാപ്പകൽ സമരം ആരംഭിച്ചത്. ഈ സമരം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഓഗസ്റ്റ് 16-ന് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിലൂടെയും ജനുവരി 25-ന് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിലൂടെയും നമ്മൾ ഇവിടുത്തെ ആരോഗ്യമന്ത്രിക്കും NHM ഡയറക്ടർക്കും ബന്ധപ്പെട്ട അധികാരികൾക്കെല്ലാം ഈ വിഷയങ്ങൾ ഉടനടി പരിഗണനയ്ക്ക് എടുക്കണമെന്നും അത് പരിഹരിക്കണമെന്നും ആവശ്യപ്പെടുകയും ഈ ബജറ്റിൽ ഫെബ്രുവരി 7-ന് അവതരിപ്പിക്കുന്ന ബജറ്റിൽ ആശാവർക്കർമാരെ പരിഗണിച്ചില്ല എങ്കിൽ, വേണ്ടുവണ്ണം പരിഗണിച്ചില്ല എങ്കിൽ നമ്മൾ രാപ്പകൽ സമരവുമായി വരുമെന്ന് നമ്മൾ പ്രഖ്യാപിച്ചതാണ്. അപ്പോൾ അത്തരത്തിലുള്ള യാതൊരു നടപടികളും എടുക്കാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം ആരംഭിച്ചത്. ഒരു ദിവസം 232 രൂപയാണ് ഈ ഓണറേറിയം വകയിൽ നമുക്ക് ലഭിക്കുന്ന വേതനം. അത് മാസങ്ങളോളം കുടിശ്ശികയാണ്. ഈ ഓണറേറിയത്തിന് തന്നെ 10 ക്രൈറ്റീരിയ ഉള്ളത് കാരണം മുഴുവൻ തുകയും ഒരാശമാർക്കും കിട്ടാറില്ല. അപ്പൊ അതുകൊണ്ട് ഓണറേറിയം വർദ്ധിപ്പിക്കുക, 232 രൂപയ്ക്ക് നമുക്ക് ജീവിക്കാൻ കഴിയില്ല. അത് മിനിമം കൂലി ഇടതുപക്ഷ സർക്കാർ ഉൾപ്പെടെ അംഗീകരിച്ചിട്ടുള്ള മിനിമം കൂലിയാണ് 700 രൂപ ദിവസം. അത് 21,000 രൂപ നൽകണമെന്നും അതേപോലെ തന്നെ 62 വയസ്സിൽ പിരിഞ്ഞു പോകുമ്പോൾ യാതൊരു സാമ്പത്തിക സുരക്ഷിതത്വവും ഇല്ലാതെ നമുക്ക് ഇറങ്ങിപ്പോകാൻ കഴിയില്ല. അതുകൊണ്ട് 5 ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യം നൽകണമെന്നും നമ്മൾ ആവശ്യപ്പെട്ടത്. ഈ സമരം തുടങ്ങി ആ നാൾ മുതൽ ആ സമരത്തിനെതിരായിട്ടുള്ള ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഒക്കെ അധിക്ഷേപങ്ങളും ഒക്കെ നടത്തി സമരത്തെ പരാജയപ്പെടുത്താനാണ് ഭരിക്കുന്ന സർക്കാരും അവരുടെ മന്ത്രിമാരുൾപ്പെടെ അതിൻ്റെ ഭരണാനുകൂല സംഘടനകളുടെ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരുൾപ്പെടെ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ അതിനെല്ലാം അതിജീവിച്ച് സമരം മുന്നോട്ട് പോവുകയും സമരം തുടങ്ങിയതിൻ്റെ 5-ാം ദിവസം ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക അവിടെ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർക്കുകയും ഔദ്യോഗികമായ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർക്കുകയും, പക്ഷേ ആ മീറ്റിങ്ങിൽ ഈ നമ്മൾ വെച്ച ഡിമാൻഡുകളെ സംബന്ധിച്ച് അത് പരിഹരിക്കുന്നതിനെ സംബന്ധിച്ച് യാതൊരു ഫോർമുലയും മുന്നോട്ട് വയ്ക്കാതിരിക്കുകയും അതൊക്കെ ധനകാര്യ വകുപ്പിനോടും ധനകാര്യമന്ത്രിയോടും സംസാരിക്കാമെന്ന് പറയുകയും ഇപ്പോൾ ഒന്നും തന്നെ നൽകാൻ, ഈ മുടങ്ങിക്കിടക്കുന്ന ഓണറേറിയം പോലും നൽകാനുള്ള ഒരു സാമ്പത്തിക പരിതസ്ഥിതിയിലല്ല, കേന്ദ്രം നൽകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അതുകൊണ്ട് ഈ സമരം അവസാനിപ്പിക്കണം എന്ന് നമ്മളോട് ആവശ്യപ്പെട്ടു. നമ്മൾ പറഞ്ഞു അങ്ങനെയല്ല, നമ്മൾ വെച്ചിരിക്കുന്ന ഈ ഡിമാൻഡിന്മേൽ എന്താണ് സർക്കാരിന്റെ തീരുമാനമെന്ന് അറിയാതെ നമ്മൾ ഇവിടെ നിന്നും പിന്മാറില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ സമരം തുടർന്നത്. അതിന്റെ പിറ്റേ ദിവസം മുതൽ നമ്മൾ കാണുന്നത് ധനകാര്യമന്ത്രി അടക്കം ഈ സമരത്തെ അധിക്ഷേപിക്കുന്നതാണ്. തുടർന്ന് ഇന്ന് വരെ എല്ലാ ദിവസങ്ങളിലും ഇതിനുമേൽ അധിക്ഷേപം ചൊരിയുകയാണ്. അതിനുശേഷം നടന്ന ബജറ്റ് ചർച്ചയിൽ ഈ വിഷയം അത് പരിഹരിക്കുന്നതിന് ഉതകുന്ന തരത്തിലൊരു ചർച്ച നടത്താതെ മുൻകാലങ്ങളിൽ ധനകാര്യമന്ത്രി പറഞ്ഞ അതേ വാദഗതികൾ തന്നെ നമ്മുടെ ആരോഗ്യമന്ത്രി പറഞ്ഞ അതേ വാദഗതികൾ തന്നെ വെച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓണറേറിയം കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഇപ്പൊ കൂട്ടിക്കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ല, കേന്ദ്രം തരാനുള്ള ഫണ്ടുകളൊന്നും തരുന്നില്ല എന്ന് പറയുന്ന അതേ വാദഗതികൾ തന്നെയാണ് വെച്ചോണ്ടിരുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ ഇത് സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള ഒരു കണക്ക് പറച്ചിലിന്റെ ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. ആ കണക്ക് പറച്ചിലിൽ ആശാവർക്കർമാർക്ക് യാതൊരു റോളുമില്ല. അത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ളതാണെങ്കിൽ അത് ചോദിച്ചു വാങ്ങേണ്ടുന്നത് സംസ്ഥാന സർക്കാരാണ്. കേന്ദ്രത്തിൽ നിന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കണക്കും മറ്റു കാര്യങ്ങളും വാങ്ങിക്കേണ്ടുന്ന കേന്ദ്ര സർക്കാരാണ്. പക്ഷെ ഇതിനകത്ത് ആശാവർക്കർമാർക്ക് ഒരു റോളുമില്ല. അത് പറഞ്ഞാണിപ്പോൾ അവര് ഈ യഥാർത്ഥ ഡിമാൻഡിൽ നിന്ന് അതിനെ ഡൈവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥ ഡിമാൻഡ് ചർച്ച ചെയ്യാതിരിക്കാൻ ഇതുപോലുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിലുള്ള ഡിമാൻഡ് ആശാവർക്കർമാരെ ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. ആ വിഷയം ചർച്ചയ്ക്കെടുക്കാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ സമരത്തിന് തുടക്കം മുതൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ സമരത്തിനാകട്ടെ
പൊതുസമൂഹത്തിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്ന പിന്തുണ ഈ കേരളത്തിലെ പ്രതിപക്ഷത്തിൽ നിൽക്കുന്ന എല്ലാ പ്രമുഖ സംഘടനകളും, രാഷ്ട്രീയ സംഘടനകൾ, BJP, കോൺഗ്രസ് അടക്കമുള്ള മുഴുവൻ രാഷ്ട്രീയ സംഘടനകളും ഈ സമരവേദിയിൽ വന്ന് നമുക്ക് പിന്തുണ അറിയിച്ചു. അതിനും അപ്പുറത്തായി പൊതു സമൂഹം, ആശാവർക്കർമാർ തുടങ്ങിയ ഈ സമരം ഇന്ന് കേരള ജനത ഒന്നടങ്കം ഏറ്റെടുത്ത ഒരു ജനകീയ സമരമായി മാറി. കാരണം ആശാവർക്കർമാരുടെ സേവനം ലഭ്യമാകാത്ത ഒരാൾ പോലും ഈ സംസ്ഥാനത്തില്ല. പ്രത്യേകിച്ചും കോവിഡിന്റെ കാലത്ത് സ്വന്തം കുടുംബാംഗങ്ങൾ പോലും കോവിഡ് രോഗികളെ ഉപേക്ഷിച്ചു പോയപ്പോൾ അവരവരുടെ ജീവൻ പോലും നോക്കാതെയാണ് ആശാവർക്കർമാർ പോയി അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തത്. അപ്പോൾ ജീവിതത്തിന്റെ ഒരു നിർണായക ഘട്ടത്തിൽ അവരോടൊപ്പം നിൽക്കുന്ന, ഈ പുറത്ത് കാണാൻ കഴിയുന്ന, ഫീൽഡിൽ കാണാൻ കഴിയുന്ന ഒരേ ഒരു വിഭാഗം ആശാവർക്കർമാരാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സമൂഹം ഒന്നാകെ ആശാവർക്കർമാരുടെ സമരത്തെ പിന്തുണയ്ക്കുകയും നിർലോഭമായ പിന്തുണ നൽകിക്കൊണ്ട് ഈ സമരത്തോടൊപ്പം നിൽക്കുന്ന, ഈ ഡിമാൻഡ് നേടിയെടുക്കാതെ നിങ്ങൾ പിന്മാറരുതെന്ന് ആവശ്യപ്പെടുന്നു. അപ്പോൾ അത്തരം ഒരു ജനവികാരത്തെ കണക്കിലെടുക്കാനോ മനസ്സിലാക്കാനോ ഈ പ്രസ്ഥാനം, ഭരിക്കുന്ന സർക്കാരും അവരെ പിന്തുണയ്ക്കുന്ന പ്രസ്ഥാനങ്ങളും തയ്യാറാകുന്നില്ല. ഇപ്പോൾ നമ്മളുടെ സമരപ്പന്തൽ വന്നതിന് ശേഷം ശ്രീ സുരേഷ് ഗോപി MP-യും അദ്ദേഹം കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയെ കണ്ടു, സംസാരിച്ചു. കേരളത്തിൽ നിന്ന് പോയ പ്രതിപക്ഷ MP-മാർ ശ്രീ KC വേണുഗോപാല്, ബെന്നി ബെഹനാൻ, NK പ്രേമചന്ദ്രൻ, ശശി തരൂര്, ഷാഫി പറമ്പിൽ അടക്കമുള്ള എല്ലാ MP-മാരും കേന്ദ്രത്തിൽ ഇത് വളരെ വിശദമായി അവതരിപ്പിക്കുകയും വളരെ വൈകാരികമായി അവതരിപ്പിക്കുകയും ഇതിനൊരു പരിഹാരമുണ്ടാകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. നമ്മളിവിടെ എത്തിയ കേന്ദ്ര ഭരിക്കുന്ന സംഘടനയുടെ പ്രതിനിധികൾ നമ്മുടെ സമരപ്പന്തലിലെത്തിയപ്പോൾ നമ്മൾ അവരോട് വളരെ ശക്തമായി ആവശ്യപ്പെട്ടു. കേന്ദ്രം കഴിഞ്ഞ 17 വർഷമായി ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടി കേന്ദ്രത്തോട് എടുക്കാൻ പറയണം എന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകുകയും ഇന്നലെ പാർലമെന്റിൽ നമ്മുടെ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ആശാവർക്കർമാരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കും എന്ന് പറയുകയും ഉണ്ടായി. പക്ഷേ എന്നിട്ടും സംസ്ഥാന സർക്കാർ ഒരു കടുംപിടുത്തത്തിലാണ്. അവര് ഒരു ചർച്ചയ്ക്ക് വരാനോ ഇത് സെറ്റിൽ ചെയ്യാനോ തയ്യാറായിട്ടില്ല. എന്തായാലും നമ്മൾ ഉയർത്തിയ ഈ ഡിമാൻഡുകൾ നേടിയെടുക്കാതെ നമുക്ക് മാന്യമായ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. 232 രൂപയ്ക്ക് ഇന്നത്തെ ജീവിത ചെലവുകളുടെ ഈ സാഹചര്യത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളത് ഏതൊരാളും, ഈ സമരത്തെ എതിർക്കുന്ന ആളുകൾ ഉൾപ്പെടെ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് ആ ഡിമാൻഡ് അംഗീകരിച്ചു തരുവാൻ ഇവർക്ക് എന്തൊക്കെയോ വൈമനസ്യം ഉണ്ട്, അല്ലെങ്കിൽ അതിന് വിഘാതമായി നിൽക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു പിടിവാശി, പ്രത്യേകിച്ചും ഇടതുപക്ഷം ഭരിക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണിത്. തൊഴിലാളി വർഗത്തിന്റെ സമരങ്ങളുടെ ആ ചരിത്രം പേറുന്ന പ്രസ്ഥാനമാണ്, അല്ലെങ്കിൽ അത് അവകാശപ്പെടുന്ന പ്രസ്ഥാനമാണ്. അപ്പൊ തൊഴിലാളികൾ, പ്രത്യേകിച്ച് സ്ത്രീ തൊഴിലാളികൾ വളരെ ആവേശപൂർവ്വം സംഘടിതരായി വന്ന് വിട്ടുവീഴ്ചയില്ലാതെ ഒരു സമരത്തിൽ അടിയുറച്ചു നിൽക്കുമ്പോൾ ആ സമരത്തിന്റെ ഡിമാൻഡുകളുടെ ജെനുവിനിറ്റി എന്താണെന്ന് നോക്കിക്കൊണ്ട് ആ സമരത്തെ അത് ചർച്ച ചെയ്ത് എത്രയും പെട്ടെന്ന് പരിഹരിക്കുക എന്നുള്ളതാണ് ഒരു ഇടതുപക്ഷ സർക്കാർ ചെയ്യുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ അത്തരത്തിലുള്ള ഒരു പരിഹാരത്തിലേക്കുള്ള പോകുന്ന നമുക്ക് കാണാൻ കഴിയുന്നില്ല. അത്തരം ഒരു സാഹചര്യത്തിലാണ് നമ്മൾ വീണ്ടും ഒരു നിയമലംഘന സമരത്തിലേക്ക് പോകുന്നത്. മാർച്ച് 17-ന് നമ്മൾ സെക്രട്ടേറിയറ്റ് ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേരളത്തിൽ ഈ സമരത്തോടൊപ്പം ഇതുവരെ അണിചേർന്നിട്ടുള്ള മുഴുവൻ ആശാ സഹോദരിമാരോടും ഈ സെക്രട്ടേറിയറ്റ് മാർച്ചിന് വരാൻ ഞങ്ങൾ അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. അതിനെ തടസ്സപ്പെടുത്താൻ കഴിയുന്ന തരത്തിലുള്ള ഭരണ സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ തരത്തിലുമുള്ള പ്രതിസന്ധികൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെയെല്ലാം അതിജീവിച്ച് വരാൻ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തിച്ചേരാൻ കഴിയുന്ന മുഴുവൻ ആശാവർക്കർമാർ ഇവിടെ എത്തിച്ചേരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ആ ഉപരോധ സമരത്തിന് ശേഷം നമ്മുടെ ഭാവി പരിപാടികൾ അതിന് മുമ്പായിട്ട് നമ്മൾ തീരുമാനിക്കും, പൊതുസമൂഹത്തെ അറിയിക്കും. ഈ പൊതുസമൂഹം ഒന്നടങ്കം ഞങ്ങളോടൊപ്പം നിൽക്കണം, ഈ ധർമ്മ സമരത്തെ പിന്തുണയ്ക്കണം. ഇത് ഞങ്ങളുടെ സമരമാണ്, അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമരമാണ്. ആ സമരത്തോടൊപ്പം നിൽക്കുവാൻ പൊതുസമൂഹത്തോട് ഒന്നടങ്കം ഒരിക്കൽ കൂടി ഞങ്ങൾ അഭ്യർത്ഥിക്കാം.